സ്വന്തം കളിക്കാർക്ക് നേരെ കൂവിയാർക്കുന്ന ബെർണബ്യൂ ഗാലറി. ഇന്നലെ റയൽ മാഡ്രിഡ് സെൽറ്റാ വിഗോ മത്സരത്തിന്റെ ബാക്കി പത്രം അതായിരുന്നു. റഫറിങ്ങിനെ കുറിച്ച പരാതികൾ ഏറെയുണ്ട് സാബി അലോൺസോക്ക്. ശരിയാണ്, അക്കാര്യത്തിൽ ആരാധകരും സാബിക്കൊപ്പമാണ്. പക്ഷേ അയാളുടെ സിസ്റ്റത്തിൽ റയൽ ഗതി പിടിക്കുമെന്ന പ്രതീക്ഷ ഏറെക്കുറെ നഷ്ടമായ മട്ടാണ് അവർക്ക്. അവസാന 5 ലീഗ് മത്സരങ്ങളിൽ ജയിച്ചത് ആകെ ഒരെണ്ണത്തിൽ മാത്രമാണ്. റെലഗേഷൻ സോണിൽ നിൽക്കുന്ന ജിറോണയോടും 9ാം സ്ഥാനത്തുള്ള എൽസയോടും 12ാം സ്ഥാനത്തുള്ള റയോ വയക്കാനോയോടും സമനിലകൾ. ഇപ്പോഴിതാ 10ാം സ്ഥാനക്കാരായ സെൽറ്റാ വിഗോയോട് ബെർണബ്യൂവിൽ തോൽവി. ഒരു ഘട്ടത്തിൽ പോയിന്റ് ടേബിളിൽ 7 പോയിന്റ് വരെ ലീഡിലെത്തിയിരുന്ന ലോസ് ബ്ലാങ്കോസ് 2ാം സ്ഥാനത്തേക്ക് ഇറങ്ങുന്നു. ബാഴ്സയുമായുള്ള പോയിന്റ് വ്യത്യാസം ഇപ്പോൾ 4. ഈ ആഴ്ച ചാമ്പ്യൻസ് ലീഗിൽ സിറ്റിയെ നേരിടാനൊരുങ്ങുന്ന റയലിനെ സംബന്ധിച്ച് ഈ റിസൾട്ടുകൾ ബാക്കിയാക്കുന്ന പാഠങ്ങൾ എന്താണ്? സെൽറ്റയ്ക്കെതിരെ 8 ഓൺ ടാർജറ്റ് ഷോട്ടുകൾ ഉതിർത്തിട്ടുണ്ട് റയൽ. കളിയിലാകെ 38% നേരമാണ് എതിരാളികളുടെ കാലിൽ പന്തുണ്ടായിരുന്നത്. പക്ഷേ 2 ഗോളുകൾ ഇരു കൈയും നെട്ടി വാങ്ങി കളം വിടാനായിരുന്നു വിധി. എൽ ക്ലാസിക്കോ ജയത്തിന് ശേഷം ലഭിച്ച ഊർജ്ജമൊക്കെ പോയി മറഞ്ഞ മട്ടാണ്. ഡ്രസ്സിംഗ് റൂമിനെ മൂടിയ പ്രതിസന്ധികളുടെ പുക, സാബിയുടെ പരീക്ഷണങ്ങൾ, വലക്കുന്ന പരിക്ക്, ആർക്കും ദഹിക്കാത്ത സബ്സ്റ്റിറ്റ്യൂഷനുകൾ, ഇൻകൺസിസ്റ്റൻസി, ക്ലച്ചാവാത്ത സിസ്റ്റം, അങ്ങനെ നീണ്ടു പരന്നു കിടക്കുന്നുണ്ട് ക്രൈസുകൾ. ജിറോണയ്ക്കെതിരായി സമനിലയ്ക്ക് ശേഷം തല താഴ്ത്തി മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ മടങ്ങുന്ന റയൽ മാഡ്രിഡ് താരങ്ങളെ കണ്ട പലർക്കും തോന്നിയത് ക്യാമ്പിൽ കാര്യങ്ങൾ അത്രക്ക് സുഖകരമല്ല എന്നാണ്. ക്ലബ് ലോകകപ്പിൽ PSG-ക്കെതിരായ പരാജയത്തിന് ശേഷം റയൽ ഒരു ട്രാൻസിഷൻ പീരീഡിലാണെന്നായിരുന്നു സാബിയുടെ വാദം. സീസൺ തുടങ്ങുന്നേയുള്ളൂ എന്നും റയൽ തിരിച്ചു വരും എന്നും അയാൾ പ്രതികരിച്ചു. ലാലിഗയിലും ചാമ്പ്യൻസ് ലീഗിലുമൊക്കെ മികച്ച തുടക്കമാണ് റയലിന് ഇക്കുറി ലഭിച്ചത്. ആഞ്ചലോട്ടിക്ക് പരിഹരിക്കാനാകാത്ത പ്രശ്നങ്ങൾ സാബി സോൾവ് ചെയ്ത് തുടങ്ങുകയാണെന്ന പ്രതീക്ഷകൾ ആരാധകരുടെ മനസ്സിൽ മുട്ടിട്ട് തുടങ്ങിയ സമയം. എൽ ക്ലാസിക്കോ ജയം അവർക്ക് ഇരട്ടി ഊർജ്ജം നൽകി. പൊടുന്നനെയാണ് എല്ലാം മാറി മറിഞ്ഞത്. താരതമ്യേന ദുർബലരായ ടീമുകൾ വരെ സാബിയുടെ സിസ്റ്റത്തെ ചോദ്യം ചെയ്തു തുടങ്ങി. ഉത്തരമില്ലാതെ അയാൾ ഡഗൌട്ടിന് മുന്നിൽ താടിക്ക് കൈകൊടുത്തു നിന്നു. അലോൺസോയുടെ സിസ്റ്റത്തോട് വിയോജിപ്പുള്ളവർ ടീമിനകത്ത് തന്നെയുണ്ട് എന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നു. വിനീഷ്യസും വാൽവഡയും ജൂഡ് ബെല്ലിംഗാമും റോഡ്രിഗോയും ഒക്കെ അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. വിനീഷ്യസും സാബിയും തമ്മിലുള്ള പടലപ്പിണക്കങ്ങൾ ഫുട്ബോൾ സർക്കിളുകളിലെ ഹോട്ട് ടോപ്പിക്കായി. വിനീഷ്യസ് ഇത് തീരാതെ ക്ലബ്ബുമായുള്ള തന്റെ കരാർ പുതുക്കില്ലെന്ന് ഫ്ലോറന്റീനോ പെരസിനെ അറിയിച്ചു. എന്നാൽ വിനിയും താനും തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും ടീം ഒറ്റക്കെട്ടാണെന്നും അലോൺസോ പലകൂടി ആവർത്തിച്ചു. ബാഴ്സയ്ക്കെതിരെ ലെഫ്റ്റ് വിങ്ങിൽ നിറഞ്ഞു കളിച്ചുകൊണ്ടിരുന്ന വിനിയെ പിൻവലിച്ചത് കണ്ട് തലചൊറിഞ്ഞവർ അതിന് സമാനമായ സബ്സ്റ്റിറ്റ്യൂഷനുകൾ പിന്നെയും പലകൂടി കണ്ടു. ഡാനി കാർവഹാലും ട്രെന്റ് അലക്സാണ്ടർ അർണോൾഡും പരിക്കിന്റെ പിടിയിലാണ്. ആ പൊസിഷനിൽ സ്ഥിരം പരീക്ഷിച്ചു കൊണ്ടിരുന്ന വാൽവഡയെ ഇന്നലെ മിഡിലേക്ക് വലിച്ച സാബി റൈറ്റിൽ കളിപ്പിച്ചത് പ്രോപ്പർ സെന്റർ ബാക്കായ റൗൾ അസൻസിയോയാണ്. ഈ പരീക്ഷണത്തിന്റെ ബേസ് എന്തായിരുന്നു? കമവിംഗെ അടക്കം പല അഭാവങ്ങളും മൈതാനത്ത് നേളിച്ചു കണ്ടു. ACL ഇഞ്ചുറി കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടേ ഉള്ളൂ. എഡർ മിലിറ്റാവോയെ തേടി അടുത്ത പരിക്ക്. ലോകകപ്പ് പടിവാതിൽക്കലെത്തി നിൽക്കെ റയൽ ആരാധകരെക്കാൾ ഇത് ആശങ്കയുണ്ടാക്കുന്നത് ബ്രസീൽ ആരാധകർക്കാവും. കിലിയൻ എംബാപ്പെ ഗോളടിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സീസണിൽ ഇതുവരെ 25 തവണ എംബാപ്പെ വലകൊലുക്കിയിട്ടുണ്ട്. അതേസമയം വിനീഷ്യസ് ജൂനിയറിന് കഴിഞ്ഞ 14 മത്സരങ്ങളിൽ സ്കോർ ചെയ്യാനായിട്ടില്ല. സീസണിൽ ആകെ 5 ഗോളുകളാണ് വിനിയുടെ സമ്പാദ്യം. ചാമ്പ്യൻസ് ലീഗിൽ ഒറ്റ ഗോൾ പോലുമില്ല. ഇനി റോഡ്രിഗോയുടെ കാര്യമെടുക്കൂ. കഴിഞ്ഞ 32 മത്സരങ്ങളിൽ റോഡ്രിഗോക്ക് വലകുലുക്കാനായിട്ടില്ല. സാബിയുടെ സിസ്റ്റത്തിൽ അയാൾക്ക് പ്ലേയിങ് ടൈം കുറവാണ്. കഴിഞ്ഞ ക്ലബ് ലോകകപ്പിലെ ജോയിന്റ് ടോപ്പ് സ്കോറർ ഗോൺസാലോ ഗാർഷ്യ ഇപ്പോൾ എവിടെയാണ്? സാബിയുടെ സിസ്റ്റത്തിൽ നന്നായി വർക്കാവുമായിരുന്ന ഗാർഷ്യയുടെ സ്ഥാനം ബെഞ്ചിലാണ്. നന്നായി പ്രസ് ചെയ്യുകയും ബോൾ ട്രാക്ക് ബാക്ക് ചെയ്യാൻ മടി കാണിക്കാതെ പിന്നിലേക്ക് ഇറങ്ങി വരികയും ചെയ്യുന്ന ഫോർവേഡുകൾ ബിൽഡപ്പ് പ്ലേയിൽ സാബിയുടെ സിസ്റ്റത്തിന് ഏറ്റവും അനുയോജ്യരായവരാണ്. വിനീഷ്യസും എംബാപ്പയും ഒന്നും ആ പണി ടീമിൽ എടുക്കുന്നില്ല താനും. ക്ലബ് ലോകകപ്പിൽ PSG-ക്കെതിരായ മത്സരത്തിൽ ആദ്യ പകുതി കഴിയുമ്പോൾ റയൽ മുന്നേറ്റ നിര ആകെ നടത്തിയ പ്രസ്സിംഗ് എത്ര കാണുന്നു? 1. ഉസ്മാൻ ഡെംബലെ ആ സമയം കൊണ്ട് 7 തവണ പ്രസ് ചെയ്ത് റയൽ ഗോൾ മുഖത്തേക്ക് കയറിയിട്ടുണ്ട്. അതിന്റെ ഫലം PSG കാണുകയും ചെയ്തു. പുതിയ സീസൺ ആരംഭിക്കുമ്പോഴെങ്കിലും ആ പ്രശ്നത്തിന് സാബി പരിഹാരം കാണണമായിരുന്നു. ആവനാടിയിൽ ഗോൺസാലോ ഗാർസിയ പോലെ ഒരു ആയുധമുണ്ടായിട്ടും സാബി ഇനിയും അത് കൃത്യമായി ഉപയോഗിക്കാതെ പോയാൽ ഭവിഷ്യത്തുകൾ വലുതായിരിക്കും. ക്ലബ് ലോകകപ്പിൽ എംബാപ്പയ്ക്ക് റീപ്ലേസ്മെന്റ് ആയാണ് ഗാർഷ്യ ടീമിലെത്തിയത് എന്ന് കൂടി ഓർക്കണം. ജൂഡ് ബെല്ലിംഗാമിന്റെ തിരിച്ചുവരവിന് ശേഷം ഒരു ബാലൻസ് സിസ്റ്റം റയലിൽ ഉണ്ടായിട്ടില്ല. ആർദ ഗുളറിന്റെയും ജൂഡിന്റെയും പൊസിഷനുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പത്തിൽ ഇനിയും കൃത്യമായൊരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ടില്ല സാബിക്ക്. റുഡിഗർ, ട്രെന്റ്, അലാബ, കാർവഹാൽ, ഹൊയ്സൻ, ഇപ്പോൾ മിലിറ്റാവോ. ഡിഫൻസിൽ പ്രശ്നങ്ങൾ ഉറഞ്ഞുകൂടി കിടക്കുമ്പോഴൊക്കെ
പരിക്കുകൾ ഏറെ വലക്കുന്നതും പ്രതിരോധത്തെയാണ് എന്നതാണ് റയലിനെ സംബന്ധിച്ച വലിയ പ്രതിസന്ധികളിലൊന്ന്. സിറ്റിക്കെതിരെ കളത്തിലിറങ്ങും മുമ്പ് സാബി ആ ക്രൈസിസ് എങ്ങനെ പരിഹരിക്കും എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. ലാലിഗയിലും ചാമ്പ്യൻസ് ലീഗിലും ഇപ്പോഴും പ്രതീക്ഷകൾ അവസാനിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ടീമിലെ പ്രശ്നപരിഹാരത്തിന് സാബി എത്ര സമയമെടുക്കും എന്നാണ് അറിയേണ്ടത്. ക്ലോപ്പിനെ വിളിക്കൂ, സിദാനെ മടക്കിക്കൊണ്ടുവരൂ, അങ്ങനെ സോഷ്യൽ മീഡിയയിൽ മുറവിളികൾ പലതും ആരംഭിച്ചിട്ടുണ്ട്. തുടർച്ചയായി 2 സീസൺ കിരീടമൊടിഞ്ഞ് കിടക്കുന്ന ബെർണബ്യൂ ഷെൽഫ് ആരാധകരെ സംബന്ധിച്ച് അസഹനീയ കാഴ്ചയാവും തീർച്ച.